ഹലോ, നമുക്കിന്നൊരു യാത്രാവിശേഷം കണ്ടിട്ട് വരാം. യാത്രാവിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോകാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് എല്ലാം അവിടെ എത്തിയാലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ കുഞ്ഞിപ്പെണ്ണും ഏട്ടനൊന്നും ഇല്ല കൂടെ, ഒറ്റക്കാണ് പോകുന്നത്. അപ്പോൾ കുഞ്ഞിപ്പെണ്ണോട് അമ്മ പോട്ടെ എന്ന് ചോദിച്ചപ്പോൾ തന്നെ കുഞ്ഞിപ്പെണ്ണ എവിടേക്കാ പോന്നേ? അമ്മ പോട്ടെ. കുഞ്ഞിക്ക് സങ്കടാവോ അപ്പോ? ഇല്ലേ, അതെന്താ സങ്കടാവത്തെ? ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. എന്താ സങ്കടാവത്തെ? അച്ഛനുള്ളോണ്ടാ? കുഞ്ഞച്ഛനെ എൻജോയ് ചെയ്യും അല്ലേ? കണ്ടില്ലേ, കുഞ്ഞിപ്പെണ്ണ ഒരു മൈൻഡും ഇല്ല കേട്ടോ. ഞാൻ യൂഷ്വലി ഇങ്ങനെ പോയി കുഞ്ഞിനത് യൂസ്ഡായി എന്ന് തോന്നുന്നു. അതായത് അവളിപ്പം ഞാനില്ലെങ്കിലും ഏട്ടൻ്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യും 1-2 ദിവസമൊക്കെ. അതിൽ കൂടുതൽ ഇതുവരെ മാറി നിന്നിട്ടില്ല, അത് അപ്പോഴേ അറിയുള്ളൂ എന്താണെന്നുള്ളത്. പക്ഷേ 2 ദിവസമൊക്കെ സുഖമായിട്ട് മാറി നിൽക്കാൻ പറ്റാറുണ്ട്. അപ്പോൾ ഇത് നേരെ നമ്മൾ എയർപോർട്ടിലേക്കാണ് പോകുന്നത്. ആദ്യം ഞാൻ വിചാരിച്ചു എയർപോർട്ട് കാണുമ്പോൾ എനിക്ക് കുഞ്ഞിപ്പെണ്ണ് സങ്കടം വന്നാലോ എന്ന് വെച്ചാൽ ഞാൻ ആദ്യം വിചാരിച്ചു മെട്രോന് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് കുഞ്ഞിപ്പെണ്ണിനോട് പറഞ്ഞു, കുഞ്ഞിപ്പെണ്ണെ അമ്മ ഇന്ന് ടാറ്റ പോവും. ടാറ്റയല്ല, നമുക്കിന്ന് രാത്രി ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ കുഞ്ഞിപ്പെണ്ണ് അമ്മനെ കാണാണ്ട് സങ്കടമാവുമോ എന്ന് ചോദിച്ചപ്പോൾ കുഞ്ഞിപ്പെണ്ണ് പറഞ്ഞു, ഇല്ല അമ്മ, ഓക്കെ അമ്മ ഡ്യൂട്ടിക്ക് പോയിക്കോ എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ മെട്രോന് പോകണ്ട, അങ്ങനെ ഞാൻ ഇറങ്ങി പോകുന്ന കണ്ടിട്ട് സങ്കടമാവണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ പിന്നെ ഏട്ടനോട് ഡ്രോപ്പ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞത്. അങ്ങനെ ഏട്ടനെ തന്നെ ഡ്രോപ്പ് ചെയ്തു കേട്ടോ ലാസ്റ്റ്. അങ്ങനെ ഇത് എയർപോർട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്ത് പോകുമ്പം കുഞ്ഞിപ്പെണ്ണ് ചെറുതായിട്ടൊന്ന് കരഞ്ഞത് ഞാൻ പോകുന്നതായിട്ടല്ല, വേറെന്തോ കാര്യത്തിന് വാശി പിടിച്ച് കരഞ്ഞതാണ്. അങ്ങനെ എയർപോർട്ടിലെത്തിയതേ വെയിറ്റിംഗ് ആണ്. കാരണം ഞങ്ങളുടെ സ്റ്റാഫ് ടിക്കറ്റാണ്, ഏട്ടൻ എയർലൈൻസിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് സ്റ്റാഫ് ടിക്കറ്റാണ്. അപ്പോൾ അത് ലാസ്റ്റ് നിമിഷം ഒരു 9:30 ഫ്ലൈറ്റ് ആണെങ്കിൽ അത് 8:30 മണിയൊക്കെ ആകുമ്പോഴാണ് നമുക്ക് കൺഫർമേഷൻ മെയിൽ വരുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളിത് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ പോയോ ഇല്ലയോ എന്നൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം.